എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് താഴെ പോയി കൺട്രോൾ ചെയ്യണം. കമ്പ്യൂട്ടർ ബേസിലുള്ളത് കംപ്ലൈൻറ്റ്, FCV ഓഫായിപ്പോയി. ഇപ്പോൾ ഇൻലെറ്റ് പറഞ്ഞില്ല, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇനി താഴെ പോയാണ് ഇപ്പോൾ ചെയ്യണം. അത് ഇൻഫോം ചെയ്തിട്ടുണ്ട്, ടീം വന്നത് റെഡിയാക്കണം. ഇനി അത് തന്നെ നമ്മളെ എൻജിനീയറിൻ്റെ പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ മരിച്ചു. ഇപ്പോൾ പുള്ളിക്കാരൻ നാട്ടിൽ പോയി. ലീവ് കഴിഞ്ഞിട്ട് വന്നതായിരുന്നു പുള്ളി. ഇനി 28-ാം തീയതി എന്തോ വരുമെന്ന് പറഞ്ഞു. 28, 30 അത് അടുത്ത മാസം എന്തോ വരുമെന്ന് പറഞ്ഞു. പിന്നെ പോയി അതൊന്ന് ഇൻലെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ട് ഫുഡ് റെഡിയാക്കി കേട്ടോ. ഇത്രയും കഴിവണം, നേരെ പോകാൻ വേണം. ചെറിയ പരിപാടികൾ. പിന്നെ പോയി എല്ലാം ഒന്ന് കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് സെറ്റിങ് ചെയ്യാനുണ്ടോ ഇല്ലയെന്ന് നോക്കി അതനുസരിച്ച് സൗണ്ടൊക്കെ അടഞ്ഞ് 20 പിപ്പിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. ഉണ്ടായേട്ടാ, അയ്യോ ഒരു ട്രേഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചേ എന്തൊരു ട്രേഡായെന്ന് നോക്കണേ. ഇനി അടുത്ത് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്യണവരെ വെയിറ്റ് ചെയ്യണം. മെയിൻ പോയിൻ്റാ. ജസ്റ്റ് വെയിറ്റിംഗ് അതിന് വേണ്ടി. ട്രേഡ് എടുത്ത ലാസ്റ്റ് ട്രേഡ്, 3ാമത്തെ ട്രേഡ്. എന്നൊരു പാർസൽ എക്സൈറ്റ് ചെയ്തിട്ട്, പാർസൽ എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ ലോസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള പാർഷ്യലും വേണ്ട. ഒരു 25% എക്സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ലോസിൻ്റെ റിക്കവറാണ്. ബാക്കി ഒരു 75 ഇട്ടിരിക്കും അങ്ങനത്തെ. ബാക്കി 25 കൂടി എക്സെറ്റ് ചെയ്യുക. ബാക്കി പിന്നെ 25 ഹോൾഡ് ചെയ്യുക. 25 ഇതിനപ്പുറം ഓക്കെ. 25 ഹോൾഡ് ചെയ്യുക. പിന്നെ SL ചെറുതാക്കി ഇവിടെ കയറ്റുക. ഓക്കെ. ലോസും പ്രോഫിറ്റും ഒറ്റ ട്രേഡിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് കേട്ടോ. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഒരൊറ്റ ട്രേഡ് അടിപൊളിയാണ് കിട്ടിയത്. 2 എണ്ണ തേപ്പിച്ചു. അതാണ് പിന്നെ അടുത്ത് പോയി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അത് മറന്നു. എല്ലാവർക്കും ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ ചെടിയൊക്കെ നോക്കിയിരുന്നു സെറ്റാണ്. ശരിയാട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പോയി മൊബൈൽ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആവണം. വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുകയൊക്കെ ഇല്ല. അവ ഒഴിക്കുന്നതുകൊണ്ട് ഒഴിക്കുകയൊക്കെ ഇല്ല. അതാണ് കാര്യം. കറിക്ക് വേണ്ടി ഉണ്ടാക്കി റൈസും വെച്ചിട്ടുണ്ട്. റെഡിയാക്കി കേട്ടാ. തലവേദനയായിരുന്നു. ഡ്യൂട്ടി കയറാൻ പോകുന്ന കേട്ടോ. തലവേദന കാരണം ഛർദ്ദിച്ച് കുടഞ്ഞു. കിടക്കാൻ പോയ സമയത്ത് ഒരു ചെറിയ തലവേദന. ഫുഡ് കഴിച്ച് എല്ലാം ഛർദ്ദിച്ച് കുടഞ്ഞു. ഇവിടെയൊക്കെ വേദനിക്കുന്നായിരുന്നു. ഞാൻ ഉറക്കെ പിച്ചിരുന്നാണ് ആ സമയത്ത് വീഡിയോ എടുക്കുക. ഫോൺ മാറ്റിട്ട് പോട്ട് സൺസെറ്റ് കേട്ടോ. ഞാൻ അനാലിസിസ് ചെയ്യാൻ പോയാണ് കേട്ടോ. എൻ്റെ ഏകദേശം 3 ട്രേഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അനാലിസിസ് മാത്രമേ ഉള്ളൂ. SL മണ്ണ് എങ്ങനെ നോക്കട്ടെ. വരാൻ നേരത്തെ മുമ്പ് വെച്ച് SL ഉണ്ടല്ലോ, അത് ഇത്തിരി കൂടി മേലെ വെക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എങ്ങനെയാണ് നോക്കട്ടെ. കാരണം ആ ട്രെൻഡ് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അങ്ങ് താഴെ വരുമായിരിക്കും. അങ്ങനെയാണത്. എന്നാൽ ചെയ്തേ ഇത്ര പറയേണ്ടതായിരുന്നു കേട്ടോ. എല്ലായിടം പോയി റൗണ്ടൊക്കെ അടിച്ചൊക്കെ ആയിട്ട് ഇത് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഓക്കെയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഇതിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ട്രേഡിങ് ബേസും കുഴപ്പമില്ല, ജോലി ചെയ്ത് കുഴപ്പമില്ല. ഇനി ചെറുതായിട്ട് എനിക്ക് വയ്യാതായത് മാത്രം ക്ലൈമറ്റിൻ്റെ വേരിയേഷൻ കൊണ്ടായിരിക്കും. ഇനി കുഴപ്പമില്ല. ഇനി പോയി അടുത്ത് മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റ് ആകട്ടെ. ഫോട്ടോ എടുത്താൽ മതി കേട്ടോ. ട്രേഡിങ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്, അഡ്ജസ്റ്റ്മെന്റ്,
എഡിറ്റ് ചെയ്യണം, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, കുറച്ചും കൂടി തന്നെ എഡിറ്റ് ചെയ്തതിന് ശേഷം അത് തന്നെ. പിന്നെ വേറെ വലിയ പരിപാടിയൊന്നുമില്ല, പിന്നെ നോക്കിക്കൊണ്ട് ചെയ്യും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.